പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിന്റെ കെടുതി ലോകമാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുക്കളകളിൽ വരെ യുദ്ധമെത്തി. എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ അത്തരം വാർത്തകളൊക്കെ നേരം വൈകുന്നേരത്തിലൂടെ തന്നെ ചർച്ച ചെയ്തു. പക്ഷേ അവിടെ നമുക്ക് വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന, ശ്രദ്ധിക്കേണ്ടതായ കുറേ അധികം കാര്യങ്ങളുണ്ട്. പലരും പാനിക്കായിക്കൊണ്ട് ഈ ഗ്യാസ് ശേഖരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബുക്കിങ്ങിനുള്ള ശ്രമം, അതൊക്കെയും ഒഴിവാക്കേണ്ടുന്നതാണ്. വലിയ ആശങ്കയുടെ സാഹചര്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചില്ല. മറ്റു പല രാഷ്ട്രങ്ങളിലും സ്കൂളുകൾക്ക് അവധി നൽകി, ഗവൺമെന്റ് ഓഫീസുകൾക്കൊക്കെ അവധി നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ പോലും നമ്മൾ അത്ര വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെ അല്ല കടന്നു പോകുന്നത്. പലയിടത്തും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് മാധ്യമങ്ങളെയോ ബന്ധപ്പെട്ട അധികൃതരെയോ അറിയിക്കാൻ ഓരോരുത്തരും സജ്ജരായിരിക്കുക. കൂടുതൽ ഗ്യാസ് ശേഖരം വീടുകളിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ ഒക്കെ ഉറപ്പുവരുത്താനുള്ള നീക്കമൊന്നും ആവശ്യമില്ല. അതൊക്കെ അനാവശ്യമാണ്. മാത്രവുമല്ല, അത്തരം പൂഴ്ത്തിവെപ്പുകൾ കുറ്റകരമാണ് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ മാക്സിമം ഏറ്റവും അത്യാവശ്യക്കാരിലേക്ക് ഇത് എത്തിക്കുക, ആ പൗരബോധം ഉയർത്തിക്കൊണ്ട് ആ കാര്യങ്ങളിൽ സമീപനം സ്വീകരിക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. അത്തരം കുറ്റകരമായ പ്രവൃത്തികൾ എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ അത് അധികൃതരെ അറിയിക്കാനുള്ള ജാഗ്രത കൂടി നമുക്കൊപ്പം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. എന്തായാലും ഇതൊരു വലിയ ക്രൈസിസ് ആണ്. എല്ലാ ലോകരാഷ്ട്രങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസ് ആണ്. അതിന്റെ ഭാഗമാണ് ഇന്ത്യയിലും അനുഭവപ്പെടുന്ന ഈ ക്ഷാമം. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പരമാവധി അതിനോടൊപ്പം നിന്ന് യോജിച്ച് നിന്ന് അതിനെ മറികടക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് ആരും പോകാതിരിക്കുക. അത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് അധികൃതരെ അറിയിക്കുക. ആ ജാഗ്രതയാണ് വേണ്ടത്. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വാർത്താ വൈകുന്നേരം ആരംഭിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ യുദ്ധവാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഇറാന് നേരെയുള്ള ആക്രമണം കടുപ്പിക്കാൻ അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിന്റെ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇരു രാഷ്ട്രങ്ങളും നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇറാൻ കീഴടങ്ങലിന്റെ വക്കലാണ് എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. ഏറ്റവും പുതിയ അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്നത് കീഴടങ്ങലിന്റെ വക്കിലാണ് ഇറാൻ എന്നതാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്ന വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലും ഇറാൻ കൂടുതൽ ശക്തമായ പ്രതിരോധം തുടരുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളുക മാത്രമല്ല, കനത്ത തിരിച്ചടി തുടരുമെന്ന കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ഇറാൻ. അമേരിക്കൻ സൈനിക വിമാനം തകർന്നു വീണു എന്ന വാർത്ത വരുന്നുണ്ട്. അമേരിക്കൻ പടക്കപ്പലിന് തീപിടിച്ച സംഭവമുണ്ടായി. ഹോർമുസ് കടലിടുക്ക് കടന്നു വരാൻ 28 ഇന്ത്യൻ കപ്പലുകൾ അനുമതി കാത്ത് കഴിയുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. മാത്രവുമല്ല, ഗൾഫ് മേഖലകളിലേക്ക് ഇറാന്റെ വലിയ രീതിയിലുള്ള ആക്രമണം തുടരുകയാണ്. ഇന്ന് ഒമാന് നേരെ ആക്രമണമുണ്ടായി. അതേസമയം ഇറാനിൽ, ടെഹ്റാനിൽ ഇസ്രയേലിന്റെ ആക്രമണവും ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്കൊപ്പം വി വിനോദ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വലിയ അവകാശവാദം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ട്രംപ് ഇത്തരം അവകാശവാദങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർത്തുന്ന ആളാണ്. ഇതിപ്പോൾ കീഴടങ്ങലിന്റെ വക്കിലാണ് ഇറാൻ എന്ന അവകാശവാദമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 3 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. അതാണോ കീഴടങ്ങലിന്റെ വക്കിൽ എന്ന വ്യാഖ്യാനത്തിലേക്ക് ട്രംപിനെ എത്തിച്ചിരിക്കുന്നത്? എന്താണ് ട്രംപ് യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്? ഇറാന്റെ പരമോന്നത നേതാവായി തൊട്ടുമുൻപ് അവരോധിതനായ മുസ്തഫ ഖമനേയി ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് ഒരു കാൽ നഷ്ടമായി, കോമാവസ്ഥയിലാണ് അദ്ദേഹം എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ ഉദ്ധരിച്ച് ഇപ്പോൾ മറ്റ് ലോക മാധ്യമങ്ങളാണ് അത്തരം വാർത്തകൾ പുറത്തുവിടുന്നത്. പക്ഷേ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തെ ഖമനേയി കൊല്ലപ്പെട്ടപ്പോൾ ആ തരത്തിൽ ഇറാനിൽ നിന്ന് അവരുടെ ദേശീയ മാധ്യമങ്ങൾ തന്നെ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അത്തരമൊരു വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ മുസ്തഫയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നെതന്യാഹുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന അത് സൂചിപ്പിക്കുന്നത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെ എല്ലാം കൊല ചെയ്തു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ നെതന്യാഹു പുറത്തുവിടുകയാണ്. അങ്ങനെ പൂർണ്ണമായും ട്രംപിൻ്റെ വാക്കുകൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതായത് ഇറാൻ വളരെ പെട്ടെന്ന് കീഴടങ്ങും എന്ന കാര്യം
ട്രംപ് പറയുന്നു, അത് ഇസ്രായേൽ ആവർത്തിക്കുന്നു. എന്നാൽ ഇറാനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ആ തരത്തിലല്ല. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു. അവർ അങ്ങനെയുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത്, അവരുടെ അറിയിപ്പുകളായി പുറത്തു വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിന് മേലുള്ള ആക്രമണം മാത്രമല്ല, ഹോർമൂസ് അവർ ഒരു വജ്രായുധമാക്കി മാറ്റിയിരിക്കുകയാണ്. അമേരിക്കൻ ചരക്ക് കപ്പലുകളും അതോടൊപ്പം തന്നെ അവരുടെ പടക്കപ്പലുകളും അടക്കമുള്ള സംവിധാനങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, സമീപ രാജ്യങ്ങൾ, മറ്റ് GCC രാജ്യങ്ങൾ തങ്ങളുടെ ശത്രുക്കളല്ല, അവിടെ അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കാൻ സൗകര്യമൊരുക്കിയതിൻ്റെ പേരിലാണ് അവരെ ആക്രമിക്കുന്നതെന്ന കാര്യം ഇറാൻ ആവർത്തിക്കുന്നു. അത്തരം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആക്രമണം തുടരുകയാണ്. മറ്റ് ചില വിവരങ്ങൾ വരുന്നത് US-ൻ്റെ യുദ്ധവിമാനം തകർന്നു, 2 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. മറ്റൊന്ന് പുറത്തു വന്നത് ജെറാൾഡ് ഫോർഡിൽ തീപിടുത്തം. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലാണ്, വിമാനവാഹിനി കപ്പലാണ്. ആ ജെറാൾഡ് ഫോർഡിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്ന കാര്യം പുറത്തു വരുന്നു. ഈ 2 അപകടങ്ങളും, അതായത് വിമാനം തകർന്നു വീണതും പടക്കപ്പലിൽ അഗ്നിബാധയുണ്ടായതും, രണ്ടും ആക്രമണത്തിലല്ല എന്ന കാര്യമാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. ഇറാൻ്റെ ആക്രമണത്തിൽ ഈ പടക്കപ്പലിനും വിമാനത്തിനും തകരാർ സംഭവിച്ചു, വിമാനം തകർന്നു വീഴുകയും പടക്കപ്പലിൽ തീ പടരുകയും ചെയ്തു എന്ന വിവരങ്ങൾ ഒരു വശത്തു നിന്ന് വരുന്നുണ്ട്. ഈ തരത്തിലാണ്. അതോടൊപ്പം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചുമൊക്കെയുള്ള നിലനിൽക്കുന്ന ആശങ്ക. അത് പ്രത്യേകിച്ചും ഈ പാചകവാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ 28 കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത്, യാത്രാനുമതി കാത്തു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ മുംബൈ തുറമുഖത്ത് എത്തിയിരുന്നു. ആ കപ്പലിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതിന് സാധിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ അപര്യാപ്തമാണ്. നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ 90% ഇറക്കുമതി ചെയ്യുകയാണ് ക്രൂഡ് ഓയിലിൽ. ഇതിൻ്റെ 55% വരുന്നത് ഹോർമൂസ് വഴിയാണ്. ആ പാതയാണ് അടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് വഴികളിലൂടെ ഇപ്പോൾ ക്രൂഡ് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് ഇന്ത്യ നോക്കുന്നത്. മാത്രമല്ല, $101 എന്ന നിലയിലേക്ക് ബാരൽ ഉയർന്നതോടുകൂടി ഇന്ത്യൻ ഓഹരി വിപണിയിലും വലിയ ചാഞ്ചാട്ടമാണ്. ഓഹരി വിപണിക്ക് തകർച്ച നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ തരത്തിൽ സാമ്പത്തികമായൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. 55 ലക്ഷം ബാരൽ ക്രൂഡാണ് പ്രതിദിനം ഇന്ത്യക്ക് ആവശ്യമായുള്ളത്. ഇതിലാണ് ഈ 1/5 ഭാഗവും ആ തരത്തിൽ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ക്രൂഡ് കടന്നു വന്നിരുന്നത് ഈ ഹോർമൂസ് മേഖല വഴിയാണ്, അല്ലെങ്കിൽ ഇറാൻ തീരത്തോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ തീരത്തോ കൂടിയൊക്കെയാണ്. അവിടം വഴിയുള്ള കപ്പലുകൾക്കാണ് ഇപ്പോൾ വലിയ ഭീഷണി നിലനിൽക്കുന്നത്. വലിയ പ്രതിസന്ധി, അത് വലിയ പ്രതിസന്ധി ലോകമാകെ നിലനിൽക്കുകയാണ്. ഊർജ്ജ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം അത് മാറ്റിക്കൊണ്ട് അമേരിക്ക ഈ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തി വരികയാണ്. വിനോദ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം, ഇസ്രായേൽ ലോഞ്ചസ് ന്യൂ അറ്റാക്സ് ഓൺ ടെഹ്റാൻ എന്നതാണ്. 2 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇറാനിൽ നടക്കുന്ന ഒരു റാലിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. അത് ഭീരുത്വമാണ് എന്ന് ഇറാന്റെ പ്രതികരണമൊക്കെ വരികയാണ്. അപ്പോൾ സാധാരണ മനുഷ്യരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിക്കുന്നു, കീഴടങ്ങലിന്റെ വക്കിലാണ്, ഞങ്ങൾ ലക്ഷ്യം കണ്ടു എന്ന് പറയുമ്പോൾ പോലും ഈ യുദ്ധക്കൊതി തീരാത്തത് ഇസ്രായേലിന് തന്നെയാണോ? അവരാണോ ഈ ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കാനും നീട്ടിക്കൊണ്ടുപോകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും സിവിലിയൻസിന് നേരെ ഈ യുദ്ധം മാറിക്കഴിഞ്ഞു എന്നത് വളരെ വ്യക്തമാണ്. ഇതുവരെ കൊല്ലപ്പെട്ടതിൽ 200-ലധികം പേർ കുട്ടികളാണ്. ഇന്ന് ഒരു ഒളിമ്പിക്സ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്പോർട്സ് കോംപ്ലക്സിലേക്ക് ആക്രമണം നടന്നു. ഇറാൻ്റെ ഒരു സ്പോർട്സ് കോംപ്ലക്സിലേക്കാണ്. അങ്ങനെ അത് ഒരു വലിയൊരു വിശാലമായ കോംപ്ലക്സാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ പാടില്ല എന്ന നിയമങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള യുദ്ധരീതികളിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അവിടെയാണ് കൃത്യമായി ഇതൊരു സിവിലിയൻസിന് നേരെയുള്ള ആക്രമണമായി മാറുന്നു എന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ ഒരു ഇന്ധന കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്, മറ്റൊരാൾ കൂടി കൊല്ലപ്പെട്ടിരുന്നു. 2 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ഇവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് നമ്മുടെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഇന്ത്യക്കാരുണ്ട്. ഈ 28 കപ്പലുകൾ ഇപ്പോൾ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ തന്നെ ഏതാണ്ട് 900-ഓളം ഇന്ത്യക്കാരാണ് അവശേഷിക്കുന്നത്. അവരെ സുരക്ഷിതരായി രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ഈ കപ്പലുകൾ കടത്തിവിടുക എന്നതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം വന്ന കപ്പലിന് പുറമെ മറ്റ് 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി, അത് ക്രൂഡ് നിറച്ച കപ്പലുകളാണ്, ആ കപ്പലുകൾ കൂടി ഇന്ത്യൻ തീരത്തേക്ക് വരാനുള്ള അനുമതി കഴിഞ്ഞ ദിവസം നൽകിയതായുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഈ 28 കപ്പലുകൾ തുടരുന്നത്. അതിൽ തന്നെ ഈ LPG ഉള്ള 8 കപ്പലുകളുണ്ട്. അത് വന്നാൽ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്ന പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ. രേണുക, തീർച്ചയായും. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജോസഫ് ആന്റണി കൂടി ചേരുകയാണ്, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ ജോസഫ് ആന്റണി, 14ാം ദിവസമാണ് യുദ്ധം. ഈ യുദ്ധം അവസാനിക്കാറായി എന്ന് ട്രംപ് പറയുന്നു. എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് തങ്ങളാണ് എന്ന് ഇറാൻ പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഈ മുജ്തബ ഖമനേയി പരിക്കേറ്റ് ചികിത്സയിലാണ്. അദ്ദേഹത്തിനൊരു കാൽ നഷ്ടമായിട്ടുണ്ട്, അദ്ദേഹം കോമ സ്റ്റേജിലാണ് എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ ഇന്നലെ മുതൽ തന്നെ അത് വളരെ സജീവമായി തന്നെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി എത്ര നാൾ ഈ യുദ്ധം എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ 14ാം നാൾ ഈ യുദ്ധം എത്തി നിൽക്കുമ്പോൾ ആർക്കാണ് മേൽക്കൈ? ഇത് ഇനിയും തുടർന്നു പോകാനുള്ള സാഹചര്യവും സാധ്യതയുമാണോ ഉള്ളത്? ഈ 2 ആഴ്ച യുദ്ധം പിന്നിടുമ്പോൾ ആർക്കാണ് നേട്ടം എന്നുള്ളതിനേക്കാൾ ആർക്കാണ് നഷ്ടം എന്ന് പറയുന്നതായിരിക്കും പ്രഭു. ലോക ജനതയ്ക്കാണ് നഷ്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നമ്മൾ മലയാളികൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അമേരിക്കൻ യുദ്ധം തുടങ്ങി വെച്ച അമേരിക്കയിലെ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നത്. അതുകൊണ്ടാണ് ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു സന്ദേശം, ഈ അമേരിക്ക ഇറാനിൽ കരയുദ്ധം തുടങ്ങണം എന്ന ആശയം അവിടെ വന്നപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റിനെ അതിശക്തമായി അനുകൂലിക്കുന്ന ലിൻസെ ഗ്രഹാം എന്ന നേതാവിനെ കുറിച്ച് അമേരിക്കയിലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരാൾ പറഞ്ഞത്, കരയുദ്ധം തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ലിൻസെ ഗ്രഹാം എന്ന് പറയുന്ന ആളിനെ ഇറാനിലേക്ക് വിട്ടാൽ മതി എന്നുള്ളതാണ്. എന്ന് പറയുന്നത് അതിശക്തമായി ഈ യുദ്ധം ലോക ജനതയ്ക്ക്, അമേരിക്കൻ ജനതയ്ക്കുൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആപത്തുകളെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം അത്രമാത്രം അതിശക്തമായ എതിർപ്പ് ഈ യുദ്ധത്തിനെതിരായി ലോകത്തുണ്ടാകുന്നുണ്ട്. കാരണം അമേരിക്ക തുടങ്ങി വെച്ച യുദ്ധമാണ്, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലും തുടങ്ങി വെച്ച യുദ്ധമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തിനാണ് യുദ്ധം തുടങ്ങിയതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയ്ക്ക് പലപ്പോഴും യുദ്ധത്തിൽ പ്രവേശിക്കാനേ അറിയാവൂ, യുദ്ധത്തിൽ എങ്ങനെ പിന്മാറണമെന്ന് അവർക്ക് അറിയില്ല. നമുക്ക് ലോകത്ത് തന്നെ ഇറാഖിലാണെങ്കിലും വിയറ്റ്നാമിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ലിബിയയിലാണെങ്കിലും എല്ലാം നമ്മൾ കാണുന്നത് ഇവരെ ഈ അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനോ ഭരണകൂടത്തെ മാറ്റാനോ വേണ്ടിയെന്ന പേരിൽ അവിടെ ആക്രമണം തുടങ്ങുന്നു, ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു, നേതാക്കന്മാരെ കൊല്ലുന്നു, ഭരണാധികാരികളെ കൊല്ലുന്നു. അതിനുശേഷം എന്താ നടക്കുന്നത്? അതിനുശേഷം നടക്കുന്നതെല്ലാം ലോകത്ത് അസമാധാനവും സംഘർഷങ്ങളും അരാജകത്വവും സൃഷ്ടിക്കുകയല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2 ആഴ്ച പിന്നിടുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും അതിന്റെ കൂട്ടാളിയായിട്ടുള്ള ഇസ്രായേലും ചേർന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ യുദ്ധം നടത്തിയാൽ സൈനികമായി ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ രാഷ്ട്രീയമായി ആ രാജ്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ? രാഷ്ട്രീയമായി ആ രാജ്യത്തെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇവര് ഭരണകൂട മാറ്റം എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ വാസ്തവത്തിൽ ഈ ആക്രമണം തുടങ്ങിയത്. എന്നാൽ നാം കാണേണ്ട ഒരു കാര്യം, ഈ ഭരണകൂട മാറ്റം നടത്തണമെങ്കിൽ എന്ത് വേണം? ആ രാജ്യത്തെ ജനത ഈ ഭരണകൂട മാറ്റത്തിന് ശ്രമിക്കുന്ന പുറത്തുനിന്നുള്ള രാജ്യങ്ങളോടൊപ്പം നിൽക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഭരണകൂട മാറ്റം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ആക്രമണമാണ് നടത്തുമെങ്കിൽ ഈ തരത്തിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. എങ്ങനെ ഒരു ആക്രമണം നടത്തരുത് എന്നുള്ളതിന്റെ ഉദാഹരണമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കൂ. രാജ്യത്ത് ഭരണകൂട മാറ്റം നടത്തണം. അവരെങ്ങനെ ആക്രമണം തുടങ്ങിയത്? അവർ ആദ്യം 49ഓളം, ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആളിനെ ഉൾപ്പെടെ 49ഓളം ആളുകളെ കൊന്നു തള്ളുകയാണ്. അപ്പൊ ഒരു വിദേശ രാജ്യം ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ കൊന്നു തള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങൾ ഈ പുറത്തുനിന്ന് വരുന്ന അക്രമി സംഘത്തോടൊപ്പം നിൽക്കുമോ, ആ രാജ്യത്തെ ഭരണകൂടത്തോടൊപ്പം നിൽക്കുമോ? രണ്ടാമത്തെ കാര്യം ആലോചിച്ച് നോക്കൂ, ഒരു സ്കൂളിൽ ആക്രമണം നടത്തുകയാണ്, മിസൈൽ ആക്രമണം നടത്തിയിട്ട് 160ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊല്ലുകയാണ്. അങ്ങനെ കൊന്നാൽ ഒരു രാജ്യം, പുറത്തുനിന്നുള്ള രാജ്യം ആ രാജ്യത്തിലെ 160, 180ഓളം കുഞ്ഞുങ്ങളെ, നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയാൽ ആ രാജ്യം പുറത്തുനിന്ന് വരുന്ന ഈ അക്രമികളായിട്ടുള്ള ആളുകളോട് ഒപ്പം നിൽക്കുന്നു. അത് നമ്മൾ അതാണ് ഈ അമേരിക്കയ്ക്ക് ഈ ബ്രൂട്ട് ഇന്റർനാഷണൽ ഒരു ഗ്യാങ്സ്റ്ററാ, ഈ കയ്യൂക്കിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ഗുണ്ടെ പോലുള്ള ഒരാളിന്റെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല. ആ ബുദ്ധി പ്രവർത്തിക്കാത്തതാണ് നമ്മൾ കാണുന്നത്. ഈ നമ്മൾ പണ്ട് നമ്മുടെ ആദരണീയനായ സുകുമാർ അഴീക്കോട്
ഇന്ത്യയിലെ ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞൊരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. ഒരു മനുഷ്യന് 100 ഗുണങ്ങൾ വേണം, അതിൽ 98 ഗുണങ്ങളും ഈ പറഞ്ഞ ആളിനുണ്ട്, എന്നാൽ 2 ഗുണങ്ങളില്ല എന്ന് പറയും. ആ ഇല്ലാത്ത 2 ഗുണങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, ഈ പറഞ്ഞ നേതാവിന് വിവരമില്ല, 2, വിവരമുള്ളവർ പറഞ്ഞ കേൾക്കില്ല എന്നതുപോലെയാണ്. ഇത് ഈ രാജ്യത്ത് എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും രാഷ്ട്രീയ പിന്തുണയും സമ്പത്തും ഒക്കെ ഉണ്ട്. പക്ഷേ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് 2 ഗുണങ്ങളെ ഇല്ലാതുള്ളൂ. ഒന്ന്, വിവരമില്ല, 2, വിവരമുള്ളവരില്ല. അദ്ദേഹത്തെ ഗുണദോഷിക്കാൻ, അദ്ദേഹത്തിന് ഉപദേശം നൽകാനായിട്ട് വിവരമുള്ള ആളുകൾ ഭരണകൂടത്തിലില്ല. ജോസഫ് ആന്റണി, നോക്കൂ, ഇപ്പോ നേരത്തെ ഈ ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ട്രംപ് പഠിച്ച പണി 18 ശ്രമിച്ചത് റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തി പരാജയപ്പെട്ട് പിൻവാങ്ങിയ ആളാണ് ട്രംപ്. റഷ്യയെ വരുതിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ ഊർജ്ജ പ്രതിസന്ധി നേരിട്ടതിനെ തുടർന്ന് ആ ഉപരോധത്തിൽ അയവ് വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ എതിരാളിയെ കിട്ടിയപ്പോൾ പഴയ എതിരാളിയെ ട്രംപ് മറന്നതാണോ, അതോ ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുകയാണോ അത്? അല്ല, അതാണ് ഈ ആലോചന ഇല്ലാത്ത പ്രവൃത്തികളാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം നമ്മൾ നോക്കൂ, അദ്ദേഹം ഈ ലോകത്തെ എങ്ങനെ ഇല്ലാതാക്കുന്ന ഒരു എല്ലാ അധികാരങ്ങളുമുള്ള ഒരു ഭരണാധികാരി, ഇല്ല കൊരങ്ങന്റെ കൈ പൂമാല കിട്ടിയാൽ എന്നതുപോലെ, അല്ലെങ്കിൽ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെ ആഗോള രാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയും ചവിട്ടി അരക്കുകയല്ലേ അദ്ദേഹം കഴിഞ്ഞ 1.5 വർഷമായിട്ട്. ആദ്യം അദ്ദേഹം 2025 അധികാരത്തിൽ വന്നപ്പോൾ എന്താ ചെയ്തത്? ലോക സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം അട്ടിമറിച്ചു ഈ താരിഫിലൂടെ. ഈ പെൻഗ്വിൻ പക്ഷികൾ താമസിക്കുന്ന ദ്വീപിൽ പോലും അദ്ദേഹം താരിഫ് ഏർപ്പെടുത്തി. എന്ന് പറയാൻ എന്താ അർത്ഥം? ഒരു ഭരണാധികാരി കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെ? വളരെ മെറ്റിക്കുലസ് ആയിട്ട്, വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ അപഗ്രഥിക്കുകയും പരിശോധിക്കുകയും ചെയ്തതിനു ശേഷമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തരം ഒരു ആലോചന അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടേ ഇല്ല. കാരണം ഈ ഉൽപ്പന്നങ്ങളുടെ പേരിൽ, ഈ വ്യാപാരത്തിലെ ഉൽപ്പന്നങ്ങളുടെ പേരിലാണ് അദ്ദേഹം താരിഫ് ഏർപ്പെടുത്തിയത്. എന്നാൽ സേവന മേഖലയിൽ എത്രമാത്രം അനുകൂലമാണ് അമേരിക്കയുടെ വ്യാപാരം നമ്മൾ ആലോചിക്കണം. അപ്പൊ അങ്ങനെ അത്തരം കാര്യം ആലോചിക്കാതെ ഈ ഉൽപ്പന്നങ്ങളുടെ മാത്രം പേരിലാണ് താരിഫ് ഏർപ്പെടുത്തിയത്. താരിഫ് ഏർപ്പെടുത്തി 2025 അദ്ദേഹം ലോക സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിച്ചു. 2025 2026 നമ്മൾ കാണുന്നതാണ്. 2026 ജനുവരി മാസം ജനങ്ങൾ പുതിയ വത്സരം ആഘോഷിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ജനുവരി മാസം 3-ാം തീയതി വെനസ്വേല എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭാര്യയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അനധികൃതമായി എല്ലാ അന്തർദേശീയ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പട്ടാളം പോയി പിടിച്ചുകൊണ്ടു. ജനുവരി മാസം നടന്നു. ഫെബ്രുവരി മാസം എന്താ നടന്നത്? ഫെബ്രുവരി മാസം 28-ാം തീയതി ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒമാന്റെ മുഖ്യ വിദേശകാര്യമന്ത്രി അമേരിക്കയും ഇറാനുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചു എന്ന് ഏതാണ്ട് സമവായത്തിൽ എത്തിയെന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴല്ലേ ഇറാനിനെ ആക്രമണം നടത്തി. എന്ന് പറയാൻ എന്താ അർത്ഥം? അർത്ഥം ഒറ്റതേ ഉള്ളൂ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പശ്ചിമേഷ്യയിലെയും ലോകത്തിലെയും അതീശത്വം എന്ന് പറയുന്ന, മേൽക്കോയ്മ എന്ന് പറയുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിവെച്ച അപകടകരമായ യുദ്ധമാണ്. അതിന്റെ ദുരിതം ഇപ്പൊ മലയാളികൾ ഉൾപ്പെടെ, ഭാരതീയർ ഉൾപ്പെടെ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾ, അമേരിക്കയിലെ മുഴുവൻ ജനങ്ങൾ അനുഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജോസഫ് ആന്റണി, ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും കാര്യങ്ങൾ വിശദീകരിച്ചതിനും. അപ്പോൾ ട്രംപും യുദ്ധക്കൊതിയോടെ ഇസ്രയേലും സംയുക്തമായി തുടങ്ങിയ ആക്രമണമാണ്. അത് ലോകത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ്. നിരപരാധികളായ മനുഷ്യർ പോലും ആ യുദ്ധത്തിന്റെ പേരിൽ വലയുന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഉടനീളം ഇന്നും ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വലിയ ആശങ്കകൾ വിതച്ചിരിക്കുകയാണ്. എല്ലാവരും, ഈ ലോകമാകെ ഈ ഊർജ്ജ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാചകവാതക പ്രതിസന്ധിയാണ് വലിയ രീതിയിൽ ഇന്ത്യയെ ബാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാചകവാതക പ്രതിസന്ധിക്കിടെ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം തുടരുകയാണ്. പല ഹോട്ടലുകളും അവരുടെ വിഭവങ്ങളൊക്കെ ചുരുക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുന്നോട്ട് പോകാൻ യാതൊരു സാഹചര്യവും ഇല്ലാതെ അടച്ചുപൂട്ടുന്ന ഹോട്ടലുകളുണ്ട്. ബദൽ സംവിധാനങ്ങൾ തേടുന്ന ഹോട്ടലുകളുണ്ട്. ബദൽ സംവിധാനങ്ങൾക്ക് കേന്ദ്രം തന്നെ അനുമതി നൽകിയിരിക്കുന്നു. LPGക്ക് പുറമെ മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഹോട്ടൽ മേഖലയിൽ അടക്കം നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ പറ്റും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കൽക്കരി, മണ്ണെണ്ണ തുടങ്ങിയ മറ്റ് മാർഗങ്ങൾ, ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പാചകത്തിന് ഇവ ഉപയോഗിക്കാനുള്ള ഇളവാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടറുകൾക്ക് പ്രതിസന്ധിയില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുകയാണ്.
ആഭ്യന്തര ഉൽപാദനം 28% വർദ്ധിപ്പിച്ചു എന്നതാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ സിലിണ്ടർ ബുക്കിംഗിനുള്ള ഇടവേള 45 ദിവസമായും നഗരപ്രദേശങ്ങളിൽ 25 ദിവസമായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ എല്ലായിടത്തും 25 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അത് ഗ്രാമപ്രദേശങ്ങളിൽ മറ്റ് വിറക് ഉപയോഗിക്കാനൊക്കെയുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായി ദീർഘിപ്പിക്കുകയും നഗരപ്രദേശങ്ങളിൽ അത് 25 ദിവസമായി നിലനിർത്തുകയും ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഫ്ളാറ്റിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അവർക്ക് വിറക് കൂട്ടി വിറകടുപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് 25 ദിവസം എന്ന നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങൾ അത് 45 ദിവസമായി ദീർഘിപ്പിച്ചിരിക്കുന്നു. വിഷയം പാർലമെന്റിലും വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുകയാണ്. ഇടതുപക്ഷം ആ വിഷയം ഇന്ന് സഭയിൽ ഉന്നയിച്ചു. ഇന്നലെയും ആ സഭയിൽ ആ വിഷയങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അതിൽ സംസാരിക്കുന്നത് കണ്ടതാണ്. ഇന്നും ലോക്സഭ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ബഹളത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമാണ്. എന്തായാലും വലിയ പ്രതിസന്ധി ഈ LPGയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാന നഗരങ്ങളിലൊക്കെ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങിയത് 3 ദിവസം മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും സമാനമായ സാഹചര്യങ്ങൾ തുടരുകയാണ്. കേരളത്തിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. വാണിജ്യ LPG സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതോടെ തിരുവനന്തപുരം ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. വിറകടുപ്പിലേക്ക് മാറുന്നതിൽ പ്രായോഗിക തടസ്സമുള്ളതിനാൽ നഗരപ്രദേശങ്ങളിലെ ഹോട്ടലുകളുടെ പ്രവർത്തനമാകെ അവതാളത്തിലാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്നത് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. അതുകൊണ്ട് തന്നെ മറ്റ് ബദൽ മാർഗങ്ങളൊക്കെ ഒഴിവാക്കിയ ഹോട്ടലുകളാണ് നഗരപ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ജോലി സംബന്ധമായി തങ്ങുന്ന സിറ്റി കൂടിയാണ്. അപ്പോൾ വലിയ രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ ഹോട്ടലുകൾ ഭക്ഷണം നൽകാതെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ജനജീവിതത്തെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ്. എന്തായാലും സാരംഗ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. വലിയ രീതിയിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സാഹചര്യം സാരംഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോട്ടൽ മേഖലയാണ് പ്രധാനമായും ബാധിച്ചത്. അതിൽ കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് 40 വർഷത്തോളമായി ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഉടമ തന്നെ നമ്മോട് പ്രതികരിക്കും. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ, ആറ്റുകാല് പൊങ്കാലാന്ന് 2 സിലിണ്ടർ കിട്ടി. അതിനെ കുറച്ച് വെച്ചിട്ട് കാപ്പി മാത്രം ഉണ്ടാക്കി, സാമ്പാറും കുണ്ണമ്പി മാത്രം റെഡിയാക്കി, ഇഡലി റെഡിമെയ്ഡായിട്ടുള്ള മാത്രമേ റെഡിയാക്കുന്നുണ്ട്. അല്ലാതെ ദോശകൾ കത്തിക്കാനോ പൂരയെടുപ്പ് കത്തിക്കാനോ ചായ അടുപ്പ് കത്തിക്കാനോ ആണെങ്കിൽ ഒറ്റ ദിവസം ആ സിലിണ്ടർ തീരും. സാർ ഒന്ന് കാണാൻ ചായ അടുപ്പ് അണച്ചിട്ടിരിക്കുകയാണ്. സാറ് കണ്ടല്ലോ, ദോശ നിർത്തി അപ്പോൾ ഒന്നുമില്ല കൊടുക്കാൻ. ഒരു കാലാവസ്ഥ അങ്ങനെ ഇത് ഇങ്ങനെ നീണ്ടുപോയാൽ ഞങ്ങൾ ജീവിക്കാനുള്ള മാർഗമില്ല. ഇത് വെച്ചാണ് എൻ്റെ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഞാനും എൻ്റെ ഭാര്യയാണ് അവിടെ ജോലിക്കാരെ ആരില്ല, എല്ലാം പറഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ എങ്ങനെ ഇത് നീണ്ടുപോകോ എങ്ങനെയാണെന്ന്. നേരത്തെ 3 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റ പയ്യനുണ്ട്, അവൻ ഇന്ന് പോകും. പക്ഷെ ജോലിയില്ല, ജോലിയില്ല. ഗ്യാസ് ഉണ്ടെങ്കിലല്ലേ ജോലി ചെയ്യാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും മാത്രം റെഡിയാക്കി വെച്ചു. വിറകടുപ്പ് അങ്ങനെ എന്തെങ്കിലും? വിറകടുപ്പ് വയ്ക്കാനുള്ള സൗകര്യം ഇതിനകത്തില്ല. ഈ സെഡാണ് കത്തിച്ചാൽ എല്ലാം കൂടി കത്തിച്ചു. പിന്നെ പൊല്യൂഷൻ പ്രശ്നം കൂടി ഉണ്ട്. അടുത്തുള്ള കടയിലൊക്കെ കംപ്ലൈന്റ് ചെയ്താൽ കാർപ്പറേഷൻ അരിശയിൽ വെച്ച് പോകും. അതുകൊണ്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം നമ്മുടെ അടുത്ത് ഇല്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. വിറകടുപ്പിലേക്ക് മാറുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എല്ലാവർക്കും. കാരണം നഗരപ്രദേശങ്ങളിലടക്കം വിറകടുപ്പിലുള്ള സാഹചര്യം ഉണ്ടാകില്ല. മാത്രമല്ല ഗ്യാസ് കുറ്റികളിൽ ഗ്യാസിൽ ഈ ഒരു പാചകം ചെയ്ത് പരിശീലിച്ചിട്ടുള്ള പുതിയ തലമുറയിലെ പാചകക്കാർക്ക് പെട്ടെന്ന് വിറകടുപ്പിലേക്കും മറ്റും മാറുമ്പോൾ അത് അത്ര എളുപ്പമല്ല. കാരണം ഹോട്ടൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ രുചികരമായിരിക്കണം, എന്നാൽ മാത്രമേ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ ഐറ്റങ്ങളിലേക്ക് കുറയുമ്പോൾ പോലും ആ ഒരു രുചികരമല്ലാത്ത ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് വ്യവസായത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരം ജില്ലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് PGs, അതായത് ഈ കോർപ്പറേറ്റ് മേഖലകളിലും പിന്നെ ടെക്നോ പാർക്കിലടക്കമുള്ള ജീവനക്കാർ താമസിക്കുന്നത് പേയിങ് ഗസ്റ്റ് ആയിട്ടാണ്. ഭക്ഷണവും ഒപ്പം താമസവും അടക്കം നൽകിക്കൊണ്ടാണ്. അവിടങ്ങളിലും ഈ ഗ്യാസിന്റെ ലഭ്യതക്കുറവ് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹോട്ടൽ മേഖലയും കാറ്ററിംഗ് മേഖലയും കഴിഞ്ഞ ദിവസം അടക്കം പ്രതികരണം വന്നായിരുന്നു. ഇഫ്താർ, അതായത് റമദാൻ ആണ് ഇപ്പോൾ, ആ സമയത്ത് ഇഫ്താർ സംഘടിപ്പിക്കും വിവിധ മേഖലകളിൽ. അവിടെ അടക്കം ബുക്ക് ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളിലും ഈ ഒരു ഇഫ്താർ നടത്താൻ പറ്റാത്ത സാഹചര്യം. ഒപ്പം തന്നെ കല്യാണ ഓർഡറുകൾ അടക്കം തീർച്ചയായും എന്തായാലും വലിയ പ്രതിസന്ധിയാണ്
അവിടെയൊക്കെ അനുഭവപ്പെടുന്നത്. നഗരപ്രദേശങ്ങളിലെ ഹോട്ടലുകൾ പലതും ഇതുപോലെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ തന്നെയാണ്. വിഭവങ്ങളൊക്കെ കുറച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ചില ഹോട്ടലുകൾ കാണാം. എന്തായാലും ദിവസം കൂടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ പ്രതിസന്ധി രൂക്ഷമായതോടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം നൽകുന്ന ഇടങ്ങളിലും മറ്റുമൊക്കെ സാധ്യമായ ഇടങ്ങളിലൊക്കെ ഈ ബദൽ സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട് ഹോട്ടലുകൾ. ബദൽ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞ ഹോട്ടലുകൾ നിരവധിയുണ്ട്. അവർ ഈ ബദൽ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള വിറകടുപ്പുകളാണല്ലോ. അപ്പോൾ ഹോട്ടലുകൾ അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഇത് ലഭ്യമല്ലാത്ത സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. ആവശ്യക്കാരേറെ എത്തുന്നു ഇതുപോലെയുള്ള ബദൽ അടുപ്പുകൾ തേടി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വലിയ വിറകടുപ്പുകൾക്ക് ബുക്ക് ചെയ്താൽ 2 മാസം വരെ കാത്തിരിപ്പ് കാലയളവുണ്ട്. അതുകൊണ്ട് തന്നെ അതും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇനി 2 മാസം കാത്തിരുന്ന് അടുപ്പ് കൊണ്ടുവന്ന് ഹോട്ടലുകളിൽ അവരുടെ പ്രവർത്തനം തുടരുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. പാചകവാതക പ്രതിസന്ധി വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നത് ഹോട്ടൽ മേഖലയിലാണ്. അതുകൊണ്ട് അതിനൊരു ബദൽ മാർഗങ്ങൾ എന്ന രീതിയിൽ പലരും പല ആശയങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. നമ്മളുള്ളത് വിറക് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ അത് ഹോട്ടൽ മേഖലയിലെ ഒരു പാചക രംഗത്ത് അവിടെ ഉപയോഗം സൃഷ്ടിക്കുന്ന ചില അടുപ്പുകളുണ്ട്. അത്തരം കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നതാണ്. ഇത് കൊച്ചിയിലെ അങ്ങനെയുള്ള ഒരു ഏജൻസിയാണ്, തിരുവള്ളൂർ വുഡ് സ്റ്റൗ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ഇതിൽ പ്രകാരം ഇതിൽ പല രീതിയിലുള്ള പല മോഡലുകൾ ഇവിടെയുണ്ട്. ഈ രീതിയിൽ ദോശ തവ മോഡലുകൾ, അങ്ങനെ ഹോട്ടലുകളിലേക്ക് സൃഷ്ടിക്കുന്ന പല ഉപയോഗം കാണിക്കുന്ന പല മോഡലുകളാണ്. 42,000 മുതൽ 1,00,000-ലധികം രൂപ വില വരുന്ന പല രീതിയിലുള്ള മോഡലുകൾ. ഇതൊക്കെ വലിയ രീതിയിലേക്ക് ഉപയോഗം ചെയ്യുന്ന മോഡലുകളാണ്. അപ്പോൾ അത്തരം മോഡലുകളിൽ അന്വേഷിച്ചുകൊണ്ട് ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു കടകളിലാണ് നമ്മളുള്ളത്. നിങ്ങൾ ഹോട്ടൽ നടത്തുകയാണ്, എന്താണ് നമ്മള് ചിപ്സ് ഷോപ്പാണ്. ചിപ്സ് പാചകവാദം കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. അതെ 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 ഉണ്ട്. എന്താണ് ഈ സാധനങ്ങളുടെ സാധ്യത എങ്ങനെ? ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരുന്നു. പക്ഷെ ഇത് 2 മാസത്തേക്ക് ബുക്കിംഗ് ആണ്. ബുക്കിംഗ് കൂടുതലാ. ഇപ്പൊ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് എല്ലാം ഔട്ടായെന്ന് ഇവര് പറയണത്. ഇനി 2 മാസം കഴിഞ്ഞാൽ കിട്ടുള്ളൂ. 2 മാസത്തിന് ശേഷം കിട്ടുള്ളൂ. 2 മാസം, അതെ 2 മാസത്തേക്കുള്ള ബുക്കിംഗ് ഇപ്പൊ കംപ്ലീറ്റ് ഫുൾ ആണെന്ന് പറയുന്നത്. അതിനുശേഷം പക്ഷെ നമ്മളെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റില്ല. ഇല്ല. ഇപ്പത്തെ ഗ്യാസിന്റെ ഈ ഇഷ്യൂസ് ബദൽ മാർഗങ്ങൾ തേടി എത്തുന്നവരെയാണ് നമ്മൾ ആ റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വിറകടുപ്പുകൾ വിപണികളിൽ ഉണ്ട്. അത് തേടി എത്തുന്നവരാണ്. വ്യവസായം മുന്നോട്ട് പോകണമല്ലോ, ബിസിനസ് മുന്നോട്ട് പോകണമല്ലോ, അത് തേടി എത്തുന്നവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നതും. ഏതായാലും ഹോട്ടലുകളാണ് ആദ്യഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കൊരു ഇടവേള എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിർണായകമായ നിലപാടിലേക്ക് എത്തുകയാണ്. ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാടാണ് മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊള്ളുക എന്നതാണ് വരുന്ന വിവരം. ഇപ്പോൾ നിർണായക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് LDF-ലെ ഘടകകക്ഷികളുമായുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ട്. ഈ പൊതു തീരുമാനം എന്ന നിലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. യുവതീ പ്രവേശനത്തിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാർ ഉചിതമായ മറുപടി കോടതിക്ക് നൽകും എന്നതാണ് ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. 7 ചോദ്യങ്ങൾക്കാണ് സുപ്രീം കോടതിയിൽ സർക്കാർ മറുപടി നൽകേണ്ടത്. അതിൽ യുവതീ പ്രവേശനം വേണമോ എന്ന ഒരു ചോദ്യമില്ല എന്നത് CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിശ്വാസികളുടെ വികാരം CPM എല്ലാ കാലത്തും മാനിച്ചിട്ടുണ്ട്. ആചാരപരമായ കാര്യങ്ങളിൽ കോടതികളല്ല തീരുമാനമെടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കണം എന്നതാണ് MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. അത് നേരത്തെയുള്ള നിലപാടാണ് എന്നതുകൂടി അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ ഈ തീരുമാനമുണ്ടാകും. അത് പിന്നീട് കോടതിയെ അറിയിക്കും എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. MV ഗോവിന്ദന്റെ പ്രതികരണം ഒന്ന് നമുക്ക് കാണാം. അദ്ദേഹം വിശ്വാസികൾക്കൊപ്പം എന്നത് ആവർത്തിച്ച് പറയുകയാണ് ചെയ്തത്. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ
ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടിയോ എന്നുള്ള ചോദ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് കോടതിയുടെ ഭാഗമായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള പരിശോധനയാണ്. അതിപ്പോൾ എല്ലാ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നം. ഏതെങ്കിലും ഒരു പ്രശ്നം മാത്രമല്ല, ശബരിമല പ്രശ്നം മാത്രമല്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ആചാരം സംബന്ധിച്ച് നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രശ്നം മാത്രമല്ല, ആചാരം അതുപോലെ തന്നെ സാമൂഹ്യ പരിസ്ഥിതികൾക്ക് അല്ല, ലിംഗസമത്വം മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പരിശോധിക്കാനാവുക ഗവൺമെന്റിനോ ഹൈക്കോടതിക്കോ കോടതിക്കോ അല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. കാര്യങ്ങൾ ആചാര്യന്മാരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന മുൻ നിലപാടാണ് ഇപ്പോഴും എന്ന് പറയുന്നു. അപ്പോൾ പോലും സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ കൃത്യത വരുത്താൻ CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ തീരുമാനമുണ്ടാകും. അത് നാളെ കോടതിയെ അറിയിക്കും. നാളത്തെ 14-ന് മുൻപ് കോടതിയിൽ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കുക എന്നതായിരുന്നു നേരത്തെ കോടതി ഈ വിഷയത്തിൽ നൽകിയിരുന്ന നിർദ്ദേശം. ഏപ്രിൽ 7-നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ സുപ്രീം കോടതിയിൽ തുടങ്ങുക. ഇപ്പോൾ VV അരുൺ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. VV അരുൺ, നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയമാണ്. അതിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു സമീപനത്തിലേക്ക് സർക്കാർ എത്തുന്നു എന്നതാണോ മനസ്സിലാകുന്നത്? സർക്കാരിന് കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചേ മതിയാകൂ. ശബരിമല യുവതീ പ്രവേശനത്തിൽ നേരത്തെ സുപ്രീം കോടതി സർക്കാരുടെ നിലപാട് യുവതീ പ്രവേശനമാകാം എന്നുള്ളത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയാണ് VS സർക്കാരിന്റെ കാലത്ത് യുവതീ പ്രവേശനം വേണമെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത്. ഏതായാലും ആ ഒരു സത്യവാങ്മൂലം സർക്കാർ അതിന് ഉറച്ചു നിൽക്കില്ല. പകരം ആ സത്യവാങ്മൂലത്തിൽ നൽകിയ ഒരു ഭാഗമുണ്ട്, ഒരു ശുപാർശ, സർക്കാരിന്റേതായ ഒരു നിർദ്ദേശമുണ്ട്. അത് ഇങ്ങനെയാണ്: ഹിന്ദുമത വിശ്വാസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അഴിമതിരഹിതരായ സാമൂഹിക പരിഷ്കർത്താക്കളും അടങ്ങുന്ന കമ്മീഷൻ നിയോഗിക്കണം. അതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഈ വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള ആളുകൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ഇവർ ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്ന നിലപാട് MV ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്ന കാരണം അതാണ്. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഭരണഘടനയും അല്ലെങ്കിൽ ലിംഗസമത്വം അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല തീരുമാനിക്കേണ്ടത്. അവിടെ ഈ ഹിന്ദുമത വിശ്വാസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകൾ, അഴിമതിരഹിത പ്രതിച്ഛായയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരുടെ കൂടി അഭിപ്രായം കേൾക്കണം. അവരുടെ കമ്മീഷൻ നിയോഗിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇതാകും ഒരുപക്ഷെ സർക്കാർ ആവശ്യപ്പെടാൻ പോകുന്നത്. വിശ്വാസ സമൂഹത്തിന്റെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ താൽപര്യങ്ങൾ ബാലൻസ് ചെയ്തുള്ള സത്യവാങ്മൂലമാണ് സർക്കാർ കൊടുത്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നിയമമന്ത്രി അടക്കമുള്ളവരുടെ ഒരു നിലപാട്. അതാണ് അവർ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് CPM സെക്രട്ടറിയിൽ അത്തരമൊരു നിലപാട് വന്നത്. വിശ്വാസ സംരക്ഷണത്തെ മാനിച്ചുകൊണ്ടുള്ള നിലപാടിലേക്ക് സർക്കാർ പോകും. നേരത്തെയുള്ള ഈ യുവതീ പ്രവേശനമാകാമെന്ന നിലപാട് അതേപടി സർക്കാർ ആവർത്തിക്കില്ല. സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് നേരത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ എടുത്തത് ഈ വിധി തന്നെ പുനഃപരിശോധിക്കണമെന്നുള്ളതാണ്. സർക്കാർ നേരിട്ട് വിധി പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടേക്കില്ല. പകരം ഈ വിശ്വാസ സംരക്ഷണം, അതായത് ഭരണഘടനാപരമായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ, അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അതിനെ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം തേടണം. അവരുടെ അടങ്ങുന്ന ഒരു കമ്മീഷൻ നിയോഗിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ട ശേഷം തീരുമാനത്തിലെത്തുകയോ ചെയ്യണമെന്നൊരു നിലപാടാകും സർക്കാർ സ്വീകരിക്കുക. നേരത്തെയുള്ള യുവതീ പ്രവേശനം അനുകൂലിച്ചുകൊണ്ടുള്ള വലിയ തിരിച്ചടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്ക് CPM-ന് സർക്കാരിനുണ്ടാക്കിയ 2018 സുപ്രീം കോടതി വിധി അതേപടി അനുസരിച്ചുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ പോകില്ല. അവിടെ നിന്ന് സർക്കാർ യൂട്ടേൺ എടുക്കും. പകരം കൃത്യമായ ഒരു ഉത്തരം പറയാതെ കോടതിയുടെ വിധിയെ. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതിൽ വളരെ ശ്രദ്ധാപൂർവമുള്ള ഒരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ സർക്കാർ നീങ്ങുന്നു. എന്തായാലും യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കുന്ന നിലപാടുണ്ടാകില്ല എന്നതാണ് VV അരുൺ റിപ്പോർട്ട് ചെയ്തത്. ഇടതുപക്ഷത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ് ഇന്നലെ സുധാകരൻ എടുത്ത നിലപാടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനും തലവേദനയായിരിക്കുന്നു സുധാകരൻ. MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന നിലപാട് AICC ആവർത്തിക്കുന്നതിനിടെ അതൃപ്തി പരസ്യമാക്കിയും വെല്ലുവിളിച്ചും സുധാകരൻ രംഗത്ത് വരികയാണ്. കണ്ണൂരുമായുള്ള തന്റെ ആത്മബന്ധം വിശദീകരിച്ചുകൊണ്ടാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ദില്ലിയിൽ നിന്ന് ചർച്ചകൾ പരാജയപ്പെട്ട് തിരിച്ചെത്തിയ സുധാകരന്റെ പോസ്റ്റ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ്. പ്രശ്നപരിഹാരത്തിന്
ചില ശ്രമങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോലും വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് സുധാകരന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ. എന്താണ് അത് എന്ന് നമ്മൾ വിശദമായി നോക്കിയാൽ, ദില്ലിയിൽ നിന്ന് അതൃപ്തനായാണ് സുധാകരൻ നാട്ടിലേക്ക് തിരിച്ചത്. ആ സുധാകരൻ ഫേസ്ബുക്കിൽ വൈകാരികമായ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ അത്തരം വിഷയങ്ങളൊന്നും പരാമർശിക്കുന്നില്ല, അതിനെക്കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല. പക്ഷേ അതിവൈകാരികമായാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. കണ്ണൂർ എന്നത് എന്റെ ഹൃദയ രക്തമാണ് എന്ന് സുധാകരൻ പറയുകയാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം ഈ കുറിപ്പിൽ പറയുകയാണ്. എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ തന്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് താൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. തന്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. താൻ അറിയാത്ത കണ്ണൂരില്ല, തന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ തനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ് എന്നതാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സുധാകരൻ ലക്ഷ്യമിടുന്നത് എന്നത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാകും. സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് എന്തായാലും നീക്കം തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സുധാകരനുമായി സംസാരിച്ചു. കണ്ണൂരിൽ മടങ്ങിയെത്തിയ സുധാകരൻ വീണ്ടും ഡൽഹിക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് മറ്റന്നാൾ സുധാകരൻ ഡൽഹിക്ക് പോകും. പാർട്ടി തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്ന് കെ സുധാകരൻ പറഞ്ഞതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച എന്തായാലും കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും വീണ്ടും സുധാകരനുമായി സംസാരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന നിലപാടിലാണ് സുധാകരനുള്ളത്. അതാണ് ഈ പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. അവിടെ നടന്ന ചർച്ചകൾ ഫലവത്താകാത്തതിനെ തുടർന്നാണ് അവിടെ നിന്ന് പിണങ്ങി സുധാകരൻ എത്തിയത്. സുധാകരന് വേണ്ടി ഒരു ഇളവ് നൽകുകയാണെങ്കിൽ സമാന ചിന്താഗതിക്കാരായ നിരവധി പേർ കോൺഗ്രസിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമുണ്ടാകും എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് സുധാകരനെ അനുനയിപ്പിക്കുക എന്നതാണ് നേതൃത്വം ശ്രമിക്കുന്നത്. പക്ഷേ സുധാകരൻ പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയപ്പോൾ കൊടുത്ത വാക്കാണ്, അത് പാലിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട് എന്നതാണ്. കണ്ണൂരിൽ മത്സരിക്കണം എന്നതാണ് സുധാകരന്റെ ആഗ്രഹം. ഒരു അനുനയ നീക്കത്തിനും വഴങ്ങാത്ത സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത പ്രതിസന്ധിയാണ് എന്തായാലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഹൈക്കമാൻഡ് പല കോണിൽ നിന്ന് നടത്തുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചർച്ചയോടുകൂടിയായിരിക്കും എന്തായിരിക്കും സുധാകരന്റെ ഭാവി എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. എന്തായാലും MP-മാർ മത്സരിക്കേണ്ടെന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചതോടെ പാർലമെന്റ് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെയാണ് കെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അതിൽ പരസ്യമായിട്ടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് തൊട്ടു പിന്നാലെ തന്നെ സുധാകരൻ ഇടുന്നത്. സുധാകരൻ ഈ കുറിപ്പിട്ടതിന് തൊട്ടു പിന്നാലെ സുധാകരൻ അനുകൂലികൾ കണ്ണൂരിലെ വീട്ടിലേക്ക് എത്തി. കെ സുധാകരൻ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ സുധാകരൻ അനുകൂലികൾ കണ്ണൂർ DCCക്ക് മുന്നിൽ പോസ്റ്ററുകൾ പതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണെന്നും ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകും എന്നതുമൊക്കെയാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. അപ്പോൾ തിങ്കളാഴ്ചത്തെ തീരുമാനം സുധാകരൻ അനുകൂലമല്ല എങ്കിൽ, സുധാകരൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം എന്ത് എന്ന് വിവരിക്കുന്നതാണ് ഈ പോസ്റ്ററുകൾ. ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കത്തിൽ സുധാകരൻ വഴങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും തിങ്കളാഴ്ചയാണ് ചർച്ചകൾ നടക്കുന്നത്. അതുവരെ കാത്തിരിക്കാതെ തന്നെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേതൃതലത്തിൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. സുധാകരനെ നേതാക്കൾ ബന്ധപ്പെടുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സീറ്റ് മോഹികളായ നിരവധി MP-മാർ ഉണ്ട് എന്നതാണ് നേരത്തെ പുറത്തു വന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേണ്ടി തീരുമാനം മാറ്റിയാൽ വലിയ അപകടം പതിയിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള സാഹചര്യം. എങ്ങനെ ഈ സുധാകര വിഷയം കോൺഗ്രസ് പരിഹരിക്കുന്നു എന്നത് അറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. നിർബന്ധിത ആർത്തവ അവധി സ്ത്രീകളുടെ കരിയറിനെ പിന്നോട്ടടിക്കും എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും നിർബന്ധിത ആർത്തവ അവധി വേണമെന്ന ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി നിരീക്ഷണം നടത്തിയത്. നിർബന്ധിത ആർത്തവ അവധി സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ പങ്കാളിത്തത്തെ ദോഷകരമായി ബാധിച്ചേക്കുമെന്നും ആർത്തവ അവധിക്ക് നിയമം വന്നാൽ
സ്ത്രീകളെ ജോലിക്കെടുക്കാൻ കമ്പനികൾ മടിച്ചേക്കുമെന്നും കോടതി പറഞ്ഞു. അഭിഭാഷകനായ ശൈലേന്ദ്ര മണി ത്രിപാഠി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇത്തരം നിരീക്ഷണം നടത്തിയത്. രാജ്യത്ത് സ്ത്രീകൾക്ക് നിർബന്ധിത ആർത്തവ അവധി ഏർപ്പെടുത്തുന്നത് അവർക്ക് തൊഴിലിടത്ത് വലിയ തിരിച്ചടിക്ക് കാരണം ആകും എന്നതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ആർത്തവ അവധി നിയമപരമായി നിർബന്ധമാക്കിയാൽ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള തൊഴിലുടമകൾ സ്ത്രീകളെ ജോലിക്കെടുക്കാൻ വിമുഖത കാണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. പുരുഷന്മാരെക്കാൾ പിന്നിലാണെന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ പടരുമെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ആർത്തവം എന്നത് എന്തോ മോശം കാര്യമാണെന്ന ചിന്താഗതി തൊഴിലുടമകൾക്കിടയിൽ വളരാൻ ഇത് കാരണമാകുമെന്നതാണ് സുപ്രീം കോടതി പറയുന്നത്. തൊഴിലുടമകളുടെ മനോഭാവം നിങ്ങൾക്കറിയില്ല. ഇത്തരമൊരു നിയമം വന്നാൽ അവർ സ്ത്രീകളെ ജോലിക്കെടുക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ഹർജിക്കാരന് കോടതി മുന്നറിയിപ്പ് നൽകി. ശമ്പളത്തോടു കൂടിയ അവധി നൽകേണ്ടി വരുമ്പോൾ തൊഴിലുടമകൾ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക ഭാരത്തെക്കുറിച്ച് സൂചിപ്പിച്ച കോടതി സ്ത്രീകൾ ദുർബലരാണെന്ന തെറ്റായ ധാരണ സൃഷ്ടിക്കാൻ ഇത്തരം ഹർജികൾ കാരണമായേക്കാമെന്നും നിരീക്ഷിച്ചു. എല്ലാ വിഭാഗക്കാരുമായി പരിശോധിച്ച് സർക്കാർ നയം രൂപീകരിക്കട്ടെ എന്ന് വ്യക്തമാക്കിയ കോടതി ഈ ഹർജി അങ്ങനെ തീർപ്പാക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ പൊതു താൽപര്യ ഹർജി പരിഗണിച്ചത്. വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇത് സമൂഹത്തിൽ ഉണ്ടാക്കിയിരുന്നതാണ്. ബോധവൽക്കരണവും നിയമപരമായ നിർബന്ധവും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് എന്നത് കോടതി വ്യക്തമാക്കി. ആർത്തവാവധി നയം രൂപപ്പെടുത്തുന്നതിന് ഹർജിക്കാരന്റെ പ്രാതിനിധ്യം പരിഗണിക്കണമെന്നും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു. ഇതിൽ കേരള സർക്കാരിനെ കുറിച്ച് പരാമർശം ഉണ്ടായിട്ടുണ്ട്. കേരള സർക്കാർ 2013 സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കാര്യം മുതിർന്ന അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പിണറായി വിജയൻ സർക്കാർ ഈ തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പല സ്വകാര്യ കമ്പനികളും നിലവിൽ ഇത്തരത്തിൽ ഇളവുകൾ നൽകുന്നുണ്ട് എന്ന കാര്യവും കോടതിയുടെ മുന്നിലേക്ക് വന്നു. എന്നാൽ ഇവയെല്ലാം സ്വമേധയാ നടപ്പിലാക്കുന്ന രീതികളാണെന്നും നിയമം വഴി ഇത് അടിച്ചേൽപ്പിക്കുമ്പോൾ സ്ത്രീകളുടെ കരിയർ തന്നെ ഇല്ലാതാകുമെന്നുമാണ് കോടതി മറുപടി നൽകിയത്. എന്തായാലും ആർത്തവ ശുചിത്വവും ആരോഗ്യവും ഭരണഘടനയുടെ 21ാം അനുച്ഛേദപ്രകാരം ഒരു പെൺകുട്ടിയുടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് ജനുവരിയിൽ സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു. സ്കൂളുകളിൽ സൗജന്യ സാനിറ്ററി നാപ്കിനുകളും വൃത്തിയുള്ള ശൌചാലയങ്ങളും ഉറപ്പാക്കാൻ കോടതി സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്നാൽ അവധി എന്നതൊരു നിയമപരമായ ബാധ്യതയാക്കി മാറ്റുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന നിലപാടാണ് ഇന്ന് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോക്കസ് വാർത്തകൾ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് സായന്ന സവാരിയിലേക്കാണ്. അപ്പോൾ വയനാട്ടിലേക്കാണ് നമ്മളുടെ യാത്ര. നമുക്കറിയാം, നോമ്പുകാലമാണല്ലോ. ഈദുൽ ഫിത്തറിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും ഒക്കെ. എങ്ങും പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെയാണ്. നമ്മൾ വയനാട് കമ്പളക്കാട് നിന്നുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. അവിടെ ഈ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ആളുകൾ എത്തുന്ന അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്കാണ്. അവിടുത്തെ വ്യത്യസ്തമായ രുചികളും വിഭവങ്ങളും ഒക്കെ നമുക്ക് കാണാം. ജയരാജ് ബത്തേരിയുടെ റിപ്പോർട്ടിലേക്ക്. വ്രതശുദ്ധിയുടെ 20 നാളുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു നോമ്പ് കാലത്ത് ഒരു വ്യത്യസ്ത കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കണ്ടുവന്നിട്ടുള്ളത് നോമ്പ് തുറക്കുക, അതായത് വൈകുന്നേരം നോമ്പ് തുറക്കും, അതിനുശേഷം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും അവിടെ കൂടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പൊ നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് വയനാട് ജില്ലയിലടക്കം നല്ല ചൂടൊക്കെയാണ്. അപ്പൊ എന്തായാലും ഈ നോമ്പ് തുറന്നതിന് ശേഷം പള്ളിയിൽ പോയി കഴിഞ്ഞ് പിന്നീട് ഈ കമ്പളക്കാട് എന്ന് പറയുന്ന ടൗണിലൊരു ആഘോഷമാണ്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ ജാതി മതസ്ഥരും കൂടി ഇവിടെ നിരവധി കടകൾ പല സ്ഥലങ്ങളുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അലങ്കരിച്ച് ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതിയായിട്ട് ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു നോമ്പുകാലത്തേക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കടകൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് എന്താണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ ഇതിലാണല്ലോ ഫ്ലേവർ നെല്ലിക്ക കാന്താരി ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ബൂസ്റ്റ് ഉലിക്ക് ഉണ്ട്, ഓർലിസ് ഉലിക്ക് ഉണ്ട്, പിന്നെ കോൾഡ് ബൂസ്റ്റ് ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, പിന്നെ വെറൈറ്റി ഐറ്റംസ് പടയപ്പ. എങ്ങനെയുണ്ട് ആളുകളൊക്കെ വരുന്നത്? എത്ര ഒരു ആളുകൾ ഏകദേശം ക്രൗഡ് ആവാൻ ഏകദേശം 9:30-10 മണി ആവും ടൈം. ഇപ്പൊ ഏകദേശം ഓണാവുന്നുള്ളൂ ആൾക്കാര്. അപ്പോ നമുക്ക് ഇവിടെ ഒരു താത്തയുണ്ട്. എന്താണ് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ വന്നവര് ഈ ഒരു തണുത്ത വെള്ളം കുടിക്കാമെന്ന് തോന്നിയത്? എന്റെ മോന് 2 പ്രാവശ്യം വന്നിരുന്നു. അപ്പൊ പറഞ്ഞതാണ് ഭയങ്കര ടേസ്റ്റ് ആണ്, വെറൈറ്റി ആണ്, അങ്ങനെ വന്നതാണ്. സാധാരണ നമ്മൾ നോമ്പുകാലത്ത് വീട്ടിലിരുന്നിട്ടാണ് ഈ സമയത്ത് ആഘോഷം, അല്ലെ? അതായത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. അപ്പൊ പുറത്ത് വന്നുള്ളത് എന്താണ്? ഈ ചൂടൊക്കെ ഉള്ളത് കൊണ്ടാണോ? അതെ, ചൂടും
പിന്നെ വെള്ളം അധികം ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ആവുമ്പോൾ കുറച്ച് കഴിക്കാൻ പറ്റും. എന്താണ് പിള്ളേർക്ക് ഇപ്പൊ കഴിച്ചത് ഒരു കുലുക്കി കഴിച്ചിട്ടുണ്ട്, പിന്നെ കുറെ ഉപ്പിലിട്ട്, പിന്നെ മസാല മാംഗോ, പിന്നെ മസാല പൈനാപ്പിൾ, ചെമ്മീൻ മാംഗോ, അങ്ങനെ എല്ലാം കൂടി കഴിച്ചോ? 2-3 ഐറ്റംസ് ടേസ്റ്റ് ചെയ്തത്. എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ ആയിട്ടുണ്ട്. തീർത്തും ഒരു വെറൈറ്റി ആണല്ലേ സംഭവം. കഴിച്ചോ? എന്താ കഴിച്ചത്? മാങ്ങ കഴിച്ചേ. ഉഷാറാണോ? ഉഷാറാണ്. എന്താ കഴിച്ചേ? അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുള്ളൂ. ഈ കുറച്ചുകൂടി ആളുകൾ വരണമെങ്കിൽ കുറച്ചുകൂടി ടൈം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. പേരെന്താണെന്ന്? എന്റെ ഒരു ഫസൽ. ഇത് തികച്ചും ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം വിവിധ സ്ഥലങ്ങളിലായിട്ട് അലങ്കരിച്ച് 3-4-5 കടകള്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇത് നോമ്പ് കാലത്ത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഒരുപാട് ആളുകൾ, ഫാമിലിയാണ് ഇവിടെ വരുന്നത്. അത് കുറച്ച് സമയം ഇവിടെ എൻജോയ് ചെയ്യാണ്. എല്ലാവരും ഇവിടെ വന്ന് കുടുംബസമേതം വന്ന് വെള്ളം കുടിച്ച് ഒക്കെ എൻജോയ് ചെയ്താണ് ഇപ്പൊ എല്ലാവരും മടങ്ങുക. ഇതൊരു നോമ്പിന് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ നമ്മുടെ ജനങ്ങളിലെ ഒരു ട്രെൻഡ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം ഒരു സാധാരണ സവാരി നടത്തുക, എല്ലാവരും കൂടി എവിടെയെങ്കിലും പോയിരുന്ന് കുറച്ച് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കുക എന്നുള്ള. ഒരു പക്ഷേ ഈ നോമ്പ് കാലത്ത് അതിന്റെ ഒരു ബഹളം കാണുന്നില്ല. അപ്പൊ അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഈ ഒരു സംഭവം. തീർച്ചയായും. കാരണം വൈകുന്നേര സമയങ്ങളിലൊക്കെ പള്ളികളിൽ ഇരിക്കലാണ് പതിവ്. അത് കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഒരു 9:30 കഴിഞ്ഞ് ഒരു 10-11 മണി വരെയാണ് ഇവിടെ എല്ലാവരും വന്ന് ഒന്നിച്ചിരുന്ന് ഒരു എൻജോയ് ചെയ്യാണ്. ഒരു സായാഹ്ന ഇരിക്കേണ്ട ആ സമയം രാത്രി സമയങ്ങളിലേക്ക് മാറ്റി എന്നത്. തീർച്ചയായും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മളെ ഇപ്പൊ മലയാളികളിൽ കാണുന്ന ഒരു ട്രെൻഡാണ് വൈകുന്നേരം നമ്മളെ ഈ പിരിമുറുക്കമൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിക്ക് ശേഷം എവിടെയെങ്കിലും ഒക്കെ എല്ലാവരും കൂടി പോയി ഇരുന്ന് ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിക്കുക, എന്നിട്ട് സംസാരിക്കുക എന്നുള്ളത്. പക്ഷേ ഈ നോമ്പുകാലമാകുമ്പോൾ പല ആളുകൾക്കും ആ ഒരു സമയത്ത് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു കടകളും അവിടെ ആളുകളും വരുന്നത്. നിരവധി ആളുകൾ അവിടെ ഒക്കെ ഉണ്ട്. നമുക്ക് അവരോടും ചോദിക്കാം എന്തൊക്കെയാണ് അവരുടെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ. എന്താണ് കുടിക്കുന്നത്? എന്താണ് സംഭവം? ഗ്രീൻ ആപ്പിൾ. ഇതെന്താണ്? കറക്റ്റ് തന്നെയാണോ? ആണല്ലേ. എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ? ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണോ? അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ വരുമ്പോ സാധാരണ നമ്മൾ നോമ്പ് കാലത്ത് ഇങ്ങനെ കാണാറില്ല, ഒരു വെറൈറ്റി ആണ്. അപ്പൊ എന്താണ് നമ്മളെ നോമ്പെല്ലാം തുറന്നിട്ട് ഇങ്ങനെ വരുമ്പോ അല്ല, നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞിട്ട് വരുമ്പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നാമത് ചൂടുകാലാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ നടന്നു, അല്ലെങ്കിൽ ഇവിടെ എന്താ പറയാ ഈ കുലുക്കി സർബത്ത് അതുപോലെ സാധനങ്ങളൊക്കെ അടിക്കുന്ന ആളുകളുണ്ട്. ഒന്നും കൂടെ തിരിഞ്ഞിക്കാവോ? ഒന്നും കൂടെ. ഓക്കെ, ഇതെന്തൊക്കെയാണ് വെറൈറ്റികൾ? പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, നെല്ലിക്ക കാന്താരി ഉണ്ട്, പിന്നെ ബൂസ്റ്റ് കുലുക്കി, ഹോർലിക്സ്, കോൾഡ് കോഫി, ബട്ടർ സ്കോച്ച് മിൽക്ക് എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ സ്പെഷ്യൽ ആത്മാവ് പറഞ്ഞ സാധനം ഉണ്ട്. ആത്മാവ് ഇതിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ആത്മാവാണോ? ആത്മാവുണ്ട്, പിന്നെ പടയപ്പുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം മൂവിങ് ഉണ്ട്. ചട്ടികൾ ഇവിടെ ഇരിക്കുന്നത്. ആത്മാവുണ്ട്, പടയപ്പ ഇതിലെന്താണ് ചെയ്യുന്നത്? പടയപ്പുണ്ട്, ആത്മാവുണ്ട്, പിന്നെ സുനാമി ഉണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? കുഴപ്പമില്ല. രാത്രി ഒരു 7-7:30 ശേഷം നമുക്ക് എന്താണ് ആളാവുന്നുണ്ട്. പിന്നെ ഒരു 12:30-1 മണി വരെയൊക്കെ എന്തുണ്ട്. ഇവിടെ ഇത് തുടക്കത്തിൽ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ട്രാഫിക് ഉണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ എല്ലാവരും ഡ്രസ്സിന്റെ പിന്നാലെ പെരുന്നാളായാലേ, അപ്പൊ ഡ്രസ്സിന്റെ പിന്നാലെ. അപ്പൊ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ, അത് ഫാമിലി വരുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്ന് ആളുകൾ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇതുപോലെ തന്നെ മറ്റിടങ്ങളിലും 3-4 കടകളുണ്ട്. എന്തായാലും ഇവിടെ ഒരു ആഘോഷമാണ്. എത്ര മണി വരെ നിന്നുള്ളൂ? ഞങ്ങൾ 2-1 മണി 1:30 വരെ. ഒരു മണി വരെ ഉണ്ടോ? അതുവരെ ഉള്ള ആളുണ്ടോ? ഓക്കെ, അപ്പൊ ഏതാണ്ട് ഒരു മണി വരെ ഇത് നീളുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇനിയും കുറച്ചുകൂടി വിശേഷങ്ങൾ നമുക്ക് കാണാനുണ്ട്. അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ മറ്റൊരു കടയുടെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ കടയിൽ നിന്നും വ്യത്യസ്തമായ എന്തൊക്കെയോ വിഭവങ്ങളുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇവിടെ ഇതെന്തൊക്കെയാണ് ചേട്ടാ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാം. നല്ല കിടിലോ കിടില ഐറ്റംസുകളാണല്ലേ. അത് പെരി പെരി മാങ്ങയാണ്, ഇത് കാന്താരി മാങ്ങയാണ്, ഇത് ഹണി റോസ് ആണ്, മധുരത്തിലാണ്. ഹണി റോസ് മധുരത്തിലാണ്. അത് പിന്നെ കൊമ്പൻകാടി പോയ, ഇത് കുഞ്ഞാപ്പ് മസാല, ഇത് ബത്തക്ക മസാല വരക്കിട്ട് റോസ്റ്റ് ചെയ്യും. ഈ പേരൊക്കെ ഓരോ കടയിൽ ഓരോരുത്തർ ഇടുന്ന പേരാണോ? അല്ല, ഇത് ലൈവില് കുട്ടികൾ ട്രെൻഡി ആയിട്ട് ഓടിയോ നിൽക്കുന്ന സാധനമാണ്. ശരി. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഏതാ പോകുന്നത്? ഇവിടെ സാനിയ മിർസ എന്ന് പറയുന്ന ഒരു ഐറ്റം പോകുന്നുണ്ട്, ബ്ലൂ കറാക്ക, മൊജിറ്റോ ലൈറ്റ് ആയിട്ട് പോണ്. പിന്നെ ബൂസ്റ്റ് കുലുക്കി, ബദാം കുലുക്കി ഉള്ള ഐറ്റംസുകളുണ്ട്.
കുട്ടികള് കുടിക്കണ ഈ പേരൊക്കെ കറക്റ്റ് തന്നെയല്ല. അടുത്ത പ്രാവശ്യം ഞാൻ ചോദിക്കുമ്പോൾ വീണ്ടും തന്നെ പറയാം. ഇതൊക്കെ ഇവിടെ ലൈവിൽ പോകുന്നല്ലേ, പിള്ളേരൊക്കെ ഇതാ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഏതാ ഇവരൊക്കെ ഏത് കുടിക്കാനാവുന്നത് ഇപ്പൊ നീ? മോരിസോട. അപ്പൊ നമുക്ക് ഒരു കുലുക്കിയാലോ ഒന്ന്, ഞാനും കൂടി ഒന്ന് കുലുക്കാൻ കൂടാന്ന് തോന്നുന്നു. ഈ കുലുക്കി അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏതാണ് ഫ്ലേവർ എടുക്കുന്നത്? കറാച്ചി. എനിക്ക് വേണ്ടിയല്ലേ അടിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എനിക്കൊന്ന് കുലുക്കണം എന്നൊരു താല്പര്യമുണ്ട്. അത് അപ്പോ വെറൈറ്റി ആയിട്ടുള്ള ഒരു കുലുക്കി സർവത്താണ് ഇന്നത്തെ. ഈ കുലുക്കി സർവത്ത് എന്ന് പറയുന്ന ഒരു ട്രെൻഡാണെന്ന് പല സ്ഥലങ്ങളിലും അല്ലെ. അപ്പോ ഇവിടെ തീർത്തും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുലുക്കി സർവത്തിനാണ് കൂടുതൽ ആളുകൾ വരുന്നത് എനിക്ക് തോന്നുന്നു അല്ലെ. കാരണം ഈ തണുപ്പ് കുട്ടികൾ വരുന്നുണ്ട്, എല്ലാരും വരുന്നുണ്ട്, ഫാമിലി വരുന്നുണ്ട്. ട്രെൻഡാണ്, ട്രെൻഡിലോടുന്ന ഐറ്റാണ് ഇത്. ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ കറാച്ചി. എന്തൊക്കെ ഫ്ലേവറാണ് ഇവിടെ ഉള്ളത്? ഫ്ലേവർ എല്ലാ ഐറ്റം ഉണ്ട്. നാച്ചുറൽ ഐറ്റം, മുന്തിരി പോലുള്ള അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട് പോലുള്ള ഐറ്റംസുകൾ ഉണ്ട്. മാംഗോയിൽ വരുന്നുണ്ട്. പിന്നെ ടെൻഡർ കോക്കനട്ട് അങ്ങനെയുള്ള ഐറ്റംസുകൾ ഉണ്ട്. പിന്നെ സാനിയ മിർസ, സഞ്ജു സാംസൺ, അങ്ങനെ ഓരോ ട്രെൻഡി പേരിലനുസരിച്ച്. സഞ്ജു സാംസണും വന്നു. സഞ്ജു സാംസൺ ഇപ്പൊ സഞ്ജു കപ്പടിച്ച്. അപ്പൊ ഇങ്ങനെയാണ് ഈ കുലുക്കി സർവത്ത് കുലുക്കുന്നത് അല്ലെ. കറാച്ചി. ഞാനൊന്ന് കുലുക്കി നോക്കിയാലോ? അപ്പോ ഇതിന്റെ കുടിക്കാൻ പോവില്ലല്ലേ? അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അല്ലെ. അപ്പൊ എന്തായാലും എനിക്ക് വേണ്ടിയുള്ളത് ഞാൻ തന്നെ കുലുക്കാണ്, ബാക്കി നിങ്ങളും കൂടി കുലുക്കി തരാം. ഓക്കെ. അപ്പോ ഇനിയും ഇതുപോലെയുള്ള നിരവധി ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. എന്തായാലും ഇതിനു വേണ്ടി നിരവധി ആളുകളാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂറോട് കഴിഞ്ഞാൽ ഇവിടെ ഫില്ലാവും അല്ലെ. തറാവി നിസ്കാരത്തിന് ശേഷമാണ് ആളുകൾ. രാത്രി എത്ര മണി വരെ ഉണ്ടാവും? രാത്രി 12 മണി വരെ ലൈവിൽ പോകുന്നുണ്ട്. കറാച്ചി കുലുക്കി ഞാനൊന്ന് കുടിച്ചു നോക്കാണ്. നല്ല തണുപ്പുണ്ട്, നല്ല ഒരു എന്താ പറയാ ഒരു കുളിർമ ഉണ്ട്. എന്തായാലും ഞാനിത് കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും ഒക്കെ മലയാളികൾക്ക് ആഘോഷമാണ്. അത്തരത്തിൽ പെരുന്നാളിനെ വരവേറ്റുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഈ കമ്പളക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 3, 4, 5 കടകളിൽ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുടുംബം എത്തുന്നുണ്ട്, അതുപോലെ തന്നെ അന്യ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ബസ് നിർത്തി ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇറങ്ങുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോറ്റ് ആ വയറ് കാലിയായി കിടക്കുമ്പോൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഈ ചൂട് കാലത്ത് ആളുകൾ ഇവിടെ എത്തുന്നത്. എന്തായാലും ഈ ഒരു ആഘോഷം മുന്നോട്ട് പോകട്ടെ, മലയാളികളുടെ ആഘോഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. എന്തായാലും കമ്പളക്കാട്ടെ കളർഫുൾ ഡ്രിങ്ക്സിന്റെ വിശേഷങ്ങളാണ് ജയരാജ് ബത്തേരി പങ്കുവച്ചത്. എന്തായാലും വ്യത്യസ്തമായ പേരുകളൊക്കെയാണ്. അപ്പോൾ വയനാട്ടിലുള്ളവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി വെക്കേഷനാണ്. അപ്പോൾ വെക്കേഷന് വയനാട്ടിൽ എത്തുന്നവർക്ക് വേണമെങ്കിൽ കമ്പളക്കാട്ടെ ഈ ഡ്രിങ്ക്സ് ഒക്കെ പരീക്ഷിക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.